സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യലായിട്ട് തന്നിരിക്കുന്ന ഹൃദയം എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസുമാണ്. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി എന്നത്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. മുതിർന്ന ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം 300 ഗ്രാം മുതൽ 350 ഗ്രാം വരെ പുരുഷന്മാരിൽ. സ്ത്രീകളുടെ ഹൃദയത്തിൻ്റെ ഭാരം 250 മുതൽ 300 ഗ്രാം വരെയാണ്. അപ്പോൾ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. മുതിർന്ന ഒരു പുരുഷൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 300 ഗ്രാം മുതൽ 350 ഗ്രാം വരെയായിരിക്കും. അതുപോലെ മുതിർന്ന ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ ഭാരം ഏകദേശം 250 മുതൽ 300 ഗ്രാം വരെയാണ്. അടുത്ത ചോദ്യം, ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിനാവശ്യമായ സമയം എത്രയാണ്? ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിന് ആവശ്യമായ സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ്. മനുഷ്യ ഹൃദയത്തിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. മനുഷ്യ ഹൃദയത്തിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് 72 പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? ഒരു മിനിറ്റിൽ 130 പ്രാവശ്യമാണ് നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് വരുന്നത്. ഇനി ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? 25 പ്രാവശ്യമാണ്. ഒരു മിനിറ്റിൽ 25 പ്രാവശ്യമാണ് ഒരു ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് വരുന്നത്. അതുപോലെ അടുത്തൊരു ചോദ്യം തന്നിരിക്കുന്നു, ഹൃദയസ്പന്ദന നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനം ഏതാണ്? നീലത്തിമിംഗലമാണ്. നീലത്തിമിംഗലം പ്രത്യേകത എന്താണ്? നീലത്തിമിംഗലത്തിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് ഏറ്റവും കുറവാണ്. അടുത്ത ചോദ്യം, ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ഏതാണ്? ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമാണ് പെരികാർഡിയം എന്നത്. പെരികാർഡിയം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ഏതാണ്? പെരികാർഡിയം ആണ്. ഇനി പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്നത് പെരികാർഡിയൽ ദ്രവം. പെരികാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരികാർഡിയം. അടുത്തത്, മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. 4. 2 ഏട്രിയം ഓറിക്കിൾ അല്ലെങ്കിൽ അതും പിന്നെ 2 വെൻട്രിക്കിളുമാണ്. 2 ഏട്രിയം 2 വെൻട്രിക്കിൾ, 4 അറകൾ. ഏട്രിയം വാസ് ഫോർമലി കോൾഡ് ഓറിക്കിൾ. Atrium refers to the 2 upper chambers that receive blood, while auricle is a muscular pouch-like projection extending from each atrium, increasing its capacity. ഹൃദയത്തിൻ്റെ അറകളുടെ ചിത്രം ഇവിടെ തന്നിരിക്കുന്നു. ഹേർട്ട് ചേമ്പേഴ്സ്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അടുത്തത്, മനുഷ്യഹൃദയത്തിലെ മുകളിലത്തെ അറകളാണ് ഏട്രിയ അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറയുന്നത്. ഏട്രിയം എന്ന് പറയുന്നത് മനുഷ്യഹൃദയത്തിൻ്റെ മുകളിലത്തെ 2 അറകളാണ്. മനുഷ്യഹൃദയത്തിലെ താഴത്തെ അറകളാണ് വെൻട്രിക്കിൾ. മുകളിലത്തെ അറകളാണ് ഏട്രിയം, താഴത്തെ അറകളാണ് വെൻട്രിക്കിൾ. പിക്ചർ വെച്ചിട്ട് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. 4 അറകൾ, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. മുകളിലത്തെ അറകളാണ് ഏട്രിയം, താഴത്തെ അറകളാണ് വെൻട്രിക്കിൾ. അടുത്തത്, വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ്
ഊർധ മഹാസിര, സുപ്പീരിയർ വെന കാവ. ഊർധ മഹാസിര, വലത്തെ ഓറിക്കിളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴലുകൾ. ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴലുകളാണ് അധോ മഹാസിര എന്നത്. അധോ മഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണ് അധോ മഹാസിര എന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? അധോ മഹാസിര. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറ. ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്നത് വലത് ഏട്രിയമാണ്. അപ്പം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറയാണ് വലത് ഏട്രിയം. അടുത്തത് ഹൃദയത്തിന്റെ വലത് അറകൾക്കിടയിലെ വാൽവ്. ഹൃദയത്തിന്റെ വലത് അറകൾക്കിടയിലെ വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് വാൽവ്. ഹൃദയത്തിന്റെ വലത് അറകൾക്കിടയിലെ വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ഹൃദയത്തിന്റെ ഇടത് അറകൾക്കിടയിലെ വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ്. ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്നും പറയുന്നു. ഹൃദയത്തിന്റെ വലത് അറകൾക്കിടയിലെ വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ഹൃദയത്തിന്റെ ഇടത് അറകൾക്കിടയിലെ വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്നത്. അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനിയാണ് ശ്വാസകോശധമനി, പൾമോണറി ആർട്ടറി. അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനിയാണ് ശ്വാസകോശധമനി. ശുദ്ധ രക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര, പൾമോണറി വെയിൻ. അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനി ശ്വാസകോശധമനി. ശുദ്ധകോശം വഹിക്കുന്ന ഏകസിരയാണ് ശ്വാസകോശ സിര. ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്നത് ഇടത് ഏട്രിയമാണ്. ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്നത് ഇടത് ഏട്രിയം. ഹൃദയത്തിന്റെ ഇടത് ഏട്രിയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലാണ് ശ്വാസകോശ സിര എന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി അല്ലെങ്കിൽ അയോർട്ടയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി അഥവാ അയോർട്ടയാണ്. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനിയാണ്. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനി. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികൾക്ക് എന്ത് സംഭവിക്കുന്നു? വികസിക്കുന്നു. ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികൾ ചുരുങ്ങുന്നു. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികൾ വികസിക്കുന്നു. ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികൾ ചുരുങ്ങുന്നു. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയപേശി. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏത് എന്ന് ചോദിച്ചാൽ ഹൃദയപേശിയാണ്. ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള പേശികളാണ് സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ. SA നോഡ്, സൈനോ ഏട്രിയൽ നോഡ്. ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള പേശികളാണ് സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ. വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ കാണപ്പെടുന്ന ഭാഗമാണ് പേസ് മേക്കർ. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റോൾ. ഹൃദയ അറകളുടെ വിശ്രമ അവസ്ഥയാണ് ഡയസ്റ്റോൾ. ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും ചേർന്നതാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ ധമനികളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 120 mmHg ആണ്.
രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ ധമനികളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. രക്തം തിരിച്ച് ഹൃദയത്തിൽ എത്തുന്ന സമയത്ത് ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ 80 mmHg. മനുഷ്യരിൽ നടക്കുന്ന രക്തപര്യനം എന്ന് പറയുന്നത് ദ്വിപര്യനമാണ്. മനുഷ്യരിൽ നടക്കുന്ന രക്തപര്യനം ദ്വിപര്യനമാണ്. സിസ്റ്റമിക് പര്യനവും പൾമനറി പര്യനവും ചേർന്നതാണ് ദ്വിപര്യനം. സിസ്റ്റമിക് ആൻഡ് പൾമനറി. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് സിസ്റ്റമിക് പര്യനം. എവിടെ തുടങ്ങുന്നു? ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനം സിസ്റ്റമിക് പര്യനം. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമറി പര്യനം എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് ഹൃദയം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്